വിഴിഞ്ഞത്ത് അടുത്ത സാൻ ഫെർണാണ്ടസ് കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കുകയാണ്. വിഴിഞ്ഞത്ത് സ്വപ്ന സാഫല്യത്തിന്റെ നിമിഷങ്ങളാണ്. ഡാൻ കുര്യൻ ചേരുന്നു. വിഴിഞ്ഞം തുറമുഖത്ത് ഇന്ന് ആദ്യത്തെ മദർഷിപ്പ് തീരത്ത് അടുത്തിരിക്കുകയാണ്. സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ് അടുത്തിരിക്കുന്നത്. 30,000-ഓളം കണ്ടെയ്നറുകളാണ് ഈ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിൽ ഉള്ളത്. കപ്പൽ ബർത്തിലടുത്തു. അതിനുശേഷം ഇപ്പോൾ കണ്ടെയ്നർ ഇറക്കുന്ന ജോലികളിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. നാളെ മുഖ്യമന്ത്രി നേരിട്ടെത്തി ഈ വിഴിഞ്ഞത്തെ മദർഷിപ്പിന് ഔദ്യോഗികമായ വരവേൽപ്പ് നൽകും. ഇന്ന് രാവിലെ വാട്ടർ സല്യൂട്ട് നൽകിയാണ് ഈ തീരത്തേക്ക് കപ്പൽ അടുത്തത്. ഏതായാലും കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. ആദ്യത്തെ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ ഇപ്പോൾ തീരത്തോട് അടുത്തിട്ടുണ്ട്. കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കുകയാണ്. വിഴിഞ്ഞ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, കണ്ടെയ്നറുകൾ ഇറക്കാൻ തുടങ്ങി. 2000-ഓളം കണ്ടെയ്നറുകളാണ് ഇവിടെ ഇറക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നത്തോടുകൂടി കണ്ടെയ്നറുകൾ മുഴുവനായി ഇറക്കൽ ജോലികൾ പൂർത്തിയാകുമോ? മുഴുവൻ കണ്ടെയ്നറുകളും ഇന്ന് ഇറക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ കൈവന്നിട്ടില്ല. പക്ഷേ ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് കണ്ടെയ്നറുകൾ ഈ ഷിപ്പ് ടു ഷോർ ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് 8ഓളം ഷിപ്പ് ടു ഷോർ ക്രെയിനുകളാണ് വിഴിഞ്ഞം തുറമുഖത്തുള്ളത്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ക്രെയിനുകളാണവ. ആ ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബർത്തിലേക്ക് ഈ കണ്ടെയ്നറുകൾ ഓരോന്നോരോന്നായി എടുത്തു വെക്കുന്ന നടപടികൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. സ്വാഭാവികമായി സെമി ഓട്ടോമേറ്റഡ് സംവിധാനം ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. അവിടെ പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന ഓഫീസിൽ ഇരുന്നുകൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഉദ്യോഗസ്ഥർ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനായാസേന അത് മുഴുവൻ ഇറക്കി വെക്കാൻ അവർക്ക് കഴിയും. പക്ഷേ ഇന്ന് മുഴുവൻ ക്രെയിനുകളും ഇന്ന് തന്നെ ഈ കണ്ടെയ്നറുകൾ ഇറക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുമോ, ഇതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ആദ്യ കണ്ടെയ്നർ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. വലിയ ഇരുമ്പ് വടം കെട്ടിയ ഈ കാരിയേഴ്സ് ആണ് താഴെ നിന്ന് ഈ കണ്ടെയ്നറുകൾ മുകളിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് കൃത്യമായി കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് എത്തിച്ചിരിക്കുന്നു. ഇനി എത്രയും പെട്ടെന്ന് വൈകാതെ തന്നെ ആദ്യ കണ്ടെയ്നർ അവിടെ നിന്ന് അൺലോഡ് ചെയ്യും. അതിനുവേണ്ടിയിട്ടുള്ള നടപടികളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായി വളരെ ദൃശ്യമനോഹരമായ ഒരു കാഴ്ചയാണ്. കാരണം വിഴിഞ്ഞം തീരത്തെ സംബന്ധിച്ച്, വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെ സംബന്ധിച്ച് പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമാകുന്ന ഈ മുഹൂർത്തം, അത് കനത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ട് ആ മനോഹരമായ കാഴ്ച കാണുന്നതിന് വേണ്ടി നാനാദിക്കുകളിൽ നിന്നുള്ള ആളുകൾ വിഴിഞ്ഞത്ത് ഈ കപ്പൽ കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ സാധ്യമാകുന്ന ഓരോ സ്ഥലങ്ങളിലേക്കും എത്തിയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ആ മനോഹരമായ കാഴ്ചകൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. നീണ്ട ദശാബ്ദങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണ് ആദ്യ രാജ്യാന്തര ചരക്ക് കപ്പൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്ക് എത്തുന്നത് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ വാണിജ്യ, വ്യവസായ, വിനോദസഞ്ചാര മേഖലകളിൽ വികസനത്തിന്റെ പുതിയ വഴികൾ തുറന്നുകൊണ്ടാണ് ഇവിടേക്ക് ആദ്യ ചരക്ക് കപ്പൽ എത്തുന്നത്. സ്വാഭാവികമായി ഇനി സജ്ജമാകാനുള്ളത് തുറമുഖമല്ല, തുറമുഖവുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസന മേഖലകളാണ്. ആ മേഖലകൾ കൂടി ഈ വികസനത്തെ വരവേൽക്കാനായി അക്ഷരാർത്ഥത്തിൽ പ്രായോഗികമായി ഒരുങ്ങുമ്പോൾ മാത്രമാണ് തുറമുഖം യാഥാർത്ഥ്യമായതിന്റെ ഗുണം സാധാരണക്കാരായ ആളുകൾക്ക് കൂടി ലഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ. എന്തായാലും നാളെയാണ് ഔദ്യോഗികമായ വരവേൽപ്പ് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ അതിന് മുന്നോടിയായി തന്നെ കണ്ടെയ്നറുകൾ ഇവിടേക്ക് ഇറക്കി വെക്കുന്നത്, ഇവിടെ ഡോഗിംഗ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഏതാണ്ട് 30 മണിക്കൂർ മാത്രമേ ഈ കപ്പൽ നമ്മുടെ തുറമുഖത്ത് ഉണ്ടാകുകയുള്ളൂ. അത് നിയമങ്ങൾ അങ്ങനെയാണ്. സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ, കസ്റ്റംസ് ക്ലിയറൻസ് അടക്കം ലഭ്യമായതിനു ശേഷമാണ് കപ്പലിൽ നിന്നുള്ള സാൻ ഫെർണാണ്ടോ എന്ന രാജ്യാന്തര ചരക്ക് കപ്പലിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ, ജീവനക്കാർ അടക്കം നമ്മുടെ ബർത്തിലേക്ക് ഇറങ്ങുക. സ്വാഭാവികമായി നമുക്കറിയാം, ചൈനയിലെ സിയാൻമെൻ തുറമുഖത്ത് നിന്ന് യാത്ര തിരിച്ച കപ്പലാണ് കൊളംബോ തുറമുഖം വഴി വിഴിഞ്ഞം തീരത്തേക്ക് കഴിഞ്ഞ ദിവസം രാത്രിയോടെ എത്തിയത്. അവിടെ നിന്ന് 4 ടഗ് ബോട്ടുകളുടെ സഹായത്തോടെയാണ് പുലിമുട്ടുകൾക്ക് അകത്തുകൂടി ബ്രേക്ക് വാട്ടറിന്റെ സമീപത്തേക്ക് ഇന്ന് രാവിലെ 9:30 ഈ കപ്പലിന്റെ ബർത്തിനടുത്തേക്ക് എത്തിച്ചത്. അവിടെ നിന്ന് ഏതാണ്ട് മൂറിംഗ് റോപ്പ് എന്ന സാങ്കേതിക സംവിധാനം ഉപയോഗിച്ച് വലിയ വടങ്ങൾ കൊണ്ട് കെട്ടി ബർത്തിൽ ഉറപ്പിക്കുകയായിരുന്നു കപ്പലിലെ. ആ നടപടികളൊക്കെ പൂർത്തിയാക്കി ഔദ്യോഗികമായ മറ്റ് നിയമ നടപടികളും പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ
കണ്ടെയ്നറുകൾ തുറമുഖത്തേക്ക് എടുത്തുവെക്കുന്ന നടപടികൾക്ക് തുടക്കമായിരിക്കുന്നത്. സ്വാഭാവികമായി രാജ്യത്തിന് മുഴുവൻ അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾക്കാണ് വിഴിഞ്ഞം തുറമുഖം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. കേരളത്തിന് അതുപോലെ തന്നെ രാജ്യത്ത് ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് നടക്കുന്നത്. കണ്ടെയ്നറുകൾ ഇറക്കുന്ന ജോലി ആരംഭിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഡാൻ, ആദ്യത്തെ കണ്ടെയ്നർ ഇറക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് സ്വാഭാവികമായും അറിയാനൊരു താല്പര്യമുണ്ടാകും, ആർക്ക് വേണ്ടിയാണ് ആദ്യത്തെ ഈ കണ്ടെയ്നർ വന്നത് എന്നത്. അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഈ കണ്ടെയ്നറുകൾ ജലമാർഗം തന്നെ രാജ്യത്തെ തന്നെ മറ്റ് ചെറു തുറമുഖങ്ങളിലേക്ക് എത്തുന്ന തരത്തിലാണ് പദ്ധതികൾ സജ്ജമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായി അതിൽ പലതരത്തിലുള്ള കമ്പനികളുടെ അല്ലെങ്കിൽ വിവിധ കമ്പനികൾക്ക് വേണ്ടിയുള്ള കണ്ടെയ്നറുകളാണ്, കണ്ടെയ്നർ കാരിയേജസ് ആണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വിവിധ സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. തൂത്തുക്കുടി അടക്കം മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇവിടെ നിന്ന് ചെറു കപ്പലുകളിൽ ഈ കണ്ടെയ്നറുകൾ നീക്കുന്ന തരത്തിലായിരിക്കും കാര്യങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്. ജലമാർഗം തന്നെയാണ് പ്രധാനമായി കണ്ടെയ്നറുകളുടെ നീക്കം ആദ്യഘട്ടത്തിൽ അവർ ഈ പ്രൊജക്ടിൽ തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം റിംഗ് റോഡും മറ്റേ റെയിൽ സംവിധാനങ്ങളുമൊക്കെ സജ്ജമാകാൻ ഇനിയും കാലതാമസമെടുക്കും. അതുകൊണ്ട് കരമാർഗമുള്ള ഈ കണ്ടെയ്നർ നീക്കം വിഴിഞ്ഞത്തെ സംബന്ധിച്ച് ഇപ്പം അത്ര പെട്ടെന്ന് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. കാരണം 2000-ഓളം കണ്ടെയ്നറുകൾ ഈ വലിയ ട്രെയിലറുകളിലായി റോഡിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ടായാൽ അത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ ഗതാഗതക്കുരുപ്പിൽ വീർപ്പുമുട്ടുന്ന തിരുവനന്തപുരത്തിന് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത കാഴ്ചയാകും. അതുകൊണ്ട് അത്തരത്തിലല്ല, ആദ്യഘട്ടത്തിൽ ഈ ജലമാർഗം തന്നെ രാജ്യത്തെ മറ്റ് പോർട്ടുകളിലേക്ക് ഏതാണ്ട് 250ഓളം ചെറിയ തുറമുഖങ്ങളുണ്ട് രാജ്യത്ത്, 13ഓളം വലിയ തുറമുഖങ്ങൾ. ആ തുറമുഖങ്ങളുടെ മുഴുവൻ കവാടമായി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം മാറുന്നു എന്നതാണ് നമ്മുടെ തുറമുഖത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷത. സ്വാഭാവികമായി നിലവിലെ സംവിധാനത്തിൽ ഏതാണ്ട് 2 മദർഷിപ്പുകൾക്ക്, അമ്മക്കപ്പലുകൾക്ക് നമ്മുടെ ബർത്തിലേക്ക് അടുക്കാൻ കഴിയുന്ന വിധത്തിൽ 2960 മീറ്റർ നീളമുള്ള നമ്മുടെ പുലിമുട്ടുകൾ, ആ പുലിമുട്ടുകൾക്കകത്തുകൂടി 800 മീറ്റർ നീളമുള്ള ബർത്ത്, അതിൽ ഓരോ ബർത്തിലും അതായത് 400 മീറ്റർ വീതമുള്ള 2 ബർത്തുകൾ, അതിൽ ഓരോ ബർത്തിലേക്കും ഓരോ അമ്മക്കപ്പലുകൾക്ക് അടുക്കാൻ കഴിയും എന്നത് തന്നെയാണ് നമുക്ക് അത് വലിയൊരു സാധ്യതയായി തന്നെ വഴി തുറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി ഇനി അങ്ങോട്ട് അതിന്റെ സാങ്കേതികമായ വശങ്ങൾ മാത്രമേ പൂർത്തിയാക്കാനുള്ളൂ. മറ്റ് നടപടികളെല്ലാം അവസാനിച്ചതാണ്. വലിയ താമസം വരിക തന്നെ ഈ കണ്ടെയ്നറുകൾ മുഴുവൻ ഇവിടേക്ക് ഇന്ന് തന്നെ ഇറക്കി വെക്കുന്നുണ്ടോ അതോ ഏതാനും എണ്ണം മാത്രമാണോ ബർത്തിലേക്ക് ഇറക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വ്യക്തത വരും. ഈ കണ്ടെയ്നറുകൾ ഇറക്കിക്കഴിഞ്ഞാൽ അത് ചെറിയ ബോട്ടുകളിലും മറ്റുമായിട്ട് മറ്റു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് ഡാൻ പറഞ്ഞു. സ്വാഭാവികമായും ആ നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇന്ന് തന്നെ ആരംഭിക്കുമോ, അതിന് ഇനിയും ദിവസങ്ങൾ എടുക്കുമോ, എന്താണ് അറിയാൻ സാധിക്കുന്നത്? ഇവിടേക്ക് ഇറക്കി വെക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഈ കപ്പലുമായി ബന്ധപ്പെട്ടും നമുക്ക് അതായത് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടും അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരങ്ങൾ. ഇവിടേക്ക് ഈ കണ്ടെയ്നറുകൾ ഇറക്കി വെക്കുമെന്നാണ്. സ്വാഭാവികമായി ചരക്ക് നീക്കം എപ്പോൾ തുടങ്ങും എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല ഇപ്പോൾ നടക്കുന്നത് ട്രയൽ റണ്ണാണ്. സ്വാഭാവികമായി ആ കണ്ടെയ്നറുകൾക്കുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് ഇതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കില്ല. ഈ ട്രയൽ റൺ ഈ സംവിധാനം 1 മാസം അങ്ങനെ തന്നെ ഇവിടെ പ്രവർത്തിക്കും. കാരണം ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ ഡിസംബർ മാസത്തിൽ മാത്രമേ ഇത് പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഡിസംബറിൽ ഇതിന്റെ ഔദ്യോഗിക കമ്മീഷനിംഗ് നടപടികൾ നടക്കുന്നതിന് മുമ്പായിട്ട് പ്രിസൈസ്ഡ് ആയിട്ട് ഇതിന്റെ എല്ലാ സംവിധാനങ്ങളും പ്രവർത്തന സജ്ജമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ഉണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യാന്തര കപ്പലുകൾ അടക്കം എത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ അതിനു മുമ്പ് തന്നെ പരിശോധിച്ച് വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഈ ട്രയൽ റൺ ഘട്ടത്തിൽ ഇത്തരത്തിൽ സാങ്കേതികമായി വൈദഗ്ധ്യം നേടിയ ആളുകളെ എല്ലാ ഘട്ടത്തിലും ഇതിന്റെ പരിശോധനകൾക്ക് വേണ്ടി എത്തിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലം നിലവിലുള്ളതും സുബി. ഡാൻ, അതുപോലെ തന്നെ ഡാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ കണ്ടെയ്നറുകൾ ഇറക്കിക്കഴിഞ്ഞാൽ അത് കൊണ്ടുപോകുന്നത് ജലമാർഗമാണ്. റോഡ് മാർഗം കൊണ്ടുപോകാനുള്ള തരത്തിലുള്ള ഒരു വികസനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന്. ഈ വിഴിഞ്ഞത്തേക്കുള്ള ഈ റോഡുകളും മറ്റും അത് എപ്പോഴത്തേക്ക് പൂർത്തിയാക്കാൻ സാധിക്കും? ഡിസംബർ ആവുമ്പോഴത്തേക്ക് ആ രീതിയിലുള്ള ഒരു വലിയ മാറ്റം തിരുവനന്തപുരത്തിന് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ ഡാൻ?
അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇപ്പോൾ എനിക്ക് പങ്കുവെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല. കാരണം സദേൺ റെയിൽവേയുമായി ഇതുമായി ബന്ധപ്പെട്ട റെയിൽ കണക്ടിവിറ്റി അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട റോഡുകളുടെ നിർമ്മാണം അത് ദ്രുതഗതിയിൽ തന്നെ ഒരു വശത്ത് നിന്ന് പുരോഗമിക്കുകയാണ്. വൈകാതെ തന്നെ താമസമെന്നിയെ തന്നെ അത് പൂർത്തിയാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം 2025 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. സ്വാഭാവികമായി ഇടത് സർക്കാർ വലിയ അഭിമാനപൂർവ്വം ഉയർത്തിക്കാണിച്ച പ്രകടന പത്രികയിലടക്കം ഉയർത്തിക്കാണിച്ച ഒരു വിഷയമാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം. ആ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ റോഡ് മാർഗവും റെയിൽ മാർഗവുമുള്ള ചരക്ക് നീക്കം സാധ്യമാക്കേണ്ടത് സർക്കാരിന്റെ മുമ്പിലും ഒരു അഭിമാന പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വൈകാതെ തന്നെ അതുമായി ബന്ധപ്പെട്ട റെയിൽ സംവിധാനങ്ങളും റോഡ് സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തുരങ്കപാതയിലൂടെ അടക്കം വിഴിഞ്ഞത്ത് മദർഷിപ്പിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കുന്ന ജോലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ കണ്ടെയ്നർ അല്പസമയത്തിനകം തന്നെ താഴേക്ക് ഇറക്കും. 2000-ഓളം കണ്ടെയ്നറുകളാണ് കേരളത്തിൽ ഇറക്കുക, ഈ വിഴിഞ്ഞത്ത് ഇറക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഈ കണ്ടെയ്നറുകൾ ചെറു ബോട്ടുകളിൽ മറ്റ് തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് വലിയ വരവേൽപ്പാണ് മദർഷിപ്പിന് നൽകിയിരിക്കുന്നത്. സാൻ ഫെർണാണ്ടോ എന്നു പേരുള്ള ഷിപ്പിന് വാട്ടർ സല്യൂട്ട് നൽകിയാണ് നമ്മൾ സ്വീകരിച്ചത്. നാളെ ഔദ്യോഗികമായ വരവേൽപ്പ്, സംസ്ഥാനത്തിന്റെ ഔദ്യോഗികമായ വരവേൽപ്പ് നാളെ നടക്കും. 30,000-ഓളം കണ്ടെയ്നറുകളാണ് ഇപ്പോൾ ഈ ഷിപ്പിനകത്ത് ഉള്ളത്. ഇവിടെ വിഴിഞ്ഞത്ത് 2000-ഓളം കണ്ടെയ്നറുകൾ ഇറക്കിയതിനു ശേഷം ഇത് മറ്റ് തീരത്തേക്ക് പോകും എന്നാണ് ഡാൻ കുര്യൻ റിപ്പോർട്ട് ചെയ്യുന്നത്.